ഏക മകൾ ട്രെയിൻ ഇടിച്ചു മരിച്ചുവെന്നറിയിച്ച് ഒരു പുലർച്ചെ എത്തിയ ദുരിതം പിടിച്ച ഫോൺ കോൾ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണം സംബന്ധിച്ച വാർത്തകൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പത്തനംതിട്ട അതിരുങ്കലിലെ റിട്ടയർഡ് അധ്യാപകനും ഭാര്യയ്ക്കും അന്ന് തൊട്ട് ഇങ്ങോട്ട് ചുമക്കേണ്ടി വന്നത് നഷ്ടപ്പെടലിന്റെ ഭാരം കണക്കുന്ന ദിവസങ്ങളും. യുവതി മരിക്കും മുൻപ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന സാധ്യത നിലനിൽക്കുന്നതിനാൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ വേണം ആ കേസിനെ കൈകാര്യം ചെയ്യാൻ. ആ ദുരൂഹതകളിലേക്കും ഒടുവിൽ ജയന്തി ജനത എക്സ്പ്രസിന് തലവെക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്ന സാഹചര്യങ്ങളിലേക്കും ഒന്ന് നോക്കാം. സ്വാഗതം ജനറൽ ഡയറിയിലേക്ക്. 24 വയസ്സായിരുന്നു മരിക്കുമ്പോൾ IB ഉദ്യോഗസ്ഥയായ ആ യുവതിയുടെ പ്രായം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലിയിൽ കയറിയത് 1 വർഷം മുൻപ്. IBയിൽ നിയമിതരാകുന്ന എല്ലാവരും മാസങ്ങൾ നീളുന്ന ട്രെയിനിങ്ങിന് വിധേയരാകണം. ഇന്ത്യയിൽ പല പ്രധാന നഗരങ്ങളിലും ഈ ട്രെയിനിങ് IB ഏർപ്പെടുത്താറുണ്ട്. ജോലി ലഭിച്ചതിന് പിന്നാലെ ഇത്തരമൊരു ട്രെയിനിങ് ഈ യുവതിക്കും ഉണ്ടായിരുന്നു. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ഈ ട്രെയിനിങ്ങിനിടെയാണ് യുവതി സുകാന്ത് സുരേഷ് എന്ന മലപ്പുറംകാരനെ പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് പ്രണയമായി വളർന്നു. ട്രെയിനിങ്ങിന് പിന്നാലെ യുവതിക്ക് തിരുവനന്തപുരത്തും സുകാന്തിന് നെടുമ്പാശ്ശേരിയിലുമായി പോസ്റ്റിംഗ്. 2 സ്ഥലത്താണെങ്കിലും പ്രണയം വിട്ടുവീഴ്ചയില്ലാതെ മുന്നേറി. ഇതിനിടെ ഇക്കഴിഞ്ഞ മാർച്ച് 24-ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഓഫീസിൽ നിന്നും മടങ്ങവേ ചാക്ക റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ട്രാക്കിൽ വെച്ച് യുവതി ട്രെയിൻ ഇടിച്ചു മരിച്ചു. ഒറ്റ കോളത്തിൽ ഒതുങ്ങിയ ആ വാർത്ത പത്രങ്ങളുടെ മുൻപേജിൽ ഇടം പിടിക്കാൻ അധികം താമസമുണ്ടായില്ല. ഫോണിൽ സംസാരിച്ച് നടക്കവേ യുവതി പെട്ടെന്ന് ട്രാക്കിലേക്ക് ഓടിക്കേറി എന്ന ജയന്തി ജനത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് നൽകിയ മൊഴിയിൽ ആത്മഹത്യയുടെ സാധ്യത തെളിഞ്ഞു. യുവതിയുടെ മരണത്തിൽ സുകാന്ത് എന്ന സഹപ്രവർത്തകനെതിരെ കുടുംബം പരാതി നൽകിയിരുന്നു. ഈ പരാതി നൽകിയ ശേഷമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. യുവതി അവസാനമായി ഫോണിൽ വിളിച്ചത് ആരെ എന്ന ചോദ്യത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇത് സുകാന്തിനെ തന്നെ എന്നറിയാൻ വലിയ താമസമുണ്ടായില്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ ശേഷം 3 തവണ യുവതി സുകാന്തിനെ ഫോണിൽ വിളിച്ചതായി പോലീസ് കണ്ടെത്തി. സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഫോൺ കോളുകളായിരുന്നു ഇത്. ഈ കോളുകൾ കേന്ദ്രീകരിച്ച് സുകാന്തിനെ തിരക്കി പോലീസ് മലപ്പുറത്ത് എടപ്പാളിന് സമീപം ശുഗപുരത്തെ സുകാന്തിന്റെ വീട്ടിലെത്തി. എന്നാൽ പൂട്ടിയിട്ട വീടും പരിസരം നിറയെ വളർത്തുമൃഗങ്ങളും അല്ലാതെ പോലീസിന് അവിടെ ഒന്നും കണ്ടെത്താനായില്ല. ആത്മഹത്യാ വാർത്ത പുറത്തെത്തിയതിന് പിന്നാലെ തന്നെ സുകാന്തും കുടുംബവും ഒളിവിൽ പോയി. യുവതി മരിച്ചതറിഞ്ഞ് സുകാന്ത് അലമുറയിട്ട് കരഞ്ഞ് തളർന്നു വീണു എന്നാണ് ഇയാളുടെ സഹപ്രവർത്തകർ നൽകുന്ന മൊഴി. മാനസികമായി സുകാന്ത് ഏറെ തകർന്നിട്ടുണ്ടാവാമെന്ന് കരുതി ഇവരാണ് ഇയാളെ മലപ്പുറത്തെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയത്. പക്ഷേ അതൊക്കെയും സുകാന്ത് കരുതി കൂട്ടി ചെയ്ത നാടകമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. യുവതിയുടെ മരണത്തിന് പിന്നാലെ കുടുംബം ഉയർത്തിയ ആരോപണങ്ങൾ മരണത്തിൽ സുകാന്തിനുള്ള പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു. യുവതിയും സുകാന്തും തമ്മിൽ കുറച്ചു കാലമായി അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള വിവാഹത്തെ ചൊല്ലിയായിരുന്നു ഇത്. സുകാന്തുമായുള്ള വിവാഹം യുവതി വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ സുകാന്ത് ഉഴപ്പി. വിവാഹം ഇപ്പോൾ പറ്റില്ല എന്നതായിരുന്നു സുകാന്തിന്റെ ഭാഗം. IAS എടുക്കണം എന്നതുൾപ്പെടെ പല കാരണങ്ങൾ ഇതിനായി ഇയാൾ നിരത്തി. വിവാഹത്തിന് സമ്മതമല്ലെന്ന് അറിയിച്ച് യുവതിയുടെ അമ്മയ്ക്ക് സുകാന്ത് സന്ദേശം അയക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളിൽ യുവതി കടുത്ത നിരാശയിലായിരുന്നുവെന്ന് കുടുംബം വെളിപ്പെടുത്തുന്നുണ്ട്. യുവതി ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്ന കുടുംബത്തിന്റെ ആരോപണവും പോലീസ് മുഖവിലക്കെടുത്തു. ഈ അന്വേഷണം ചെന്നെത്തിയത് സുപ്രധാനമായ മറ്റൊരു കണ്ടെത്തലിലേക്കായിരുന്നു. യുവതി ഗർഭചിത്രം നടത്തി എന്നതിന് തെളിവ്. കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിയുടെ ഗർഭചിത്രം നടന്നു എന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖകൾ യുവതിയുടെ ബാഗിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഒപ്പം ചില വിവാഹ ക്ഷണക്കത്തുകളും. വിവാഹത്തിന് ശേഷമായിരുന്നു ഗർഭചിത്രം എന്ന് വരുത്തി തീർക്കാൻ സുകാന്ത് കൃത്രിമമായി നിർമ്മിച്ചതായിരുന്നു ഈ ക്ഷണക്കത്തുകൾ. ഗർഭം അലസിപ്പിച്ചതിന് പിന്നാലെയാണ് യുവതി വിവാഹത്തിനായി സുകാന്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയത്. എന്നാൽ ഗർഭചിത്രത്തോടെ യുവാവിന്റെ മട്ടുമാറി. വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് സുകാന്ത് തറപ്പിച്ചു പറഞ്ഞു. ഇതിനിടെ യുവതി പലതവണ സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. UPI വഴി മാത്രം ഏകദേശം 3.5 ലക്ഷം രൂപ സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. മകൾ പലപ്പോഴും പണത്തിന് ബുദ്ധിമുട്ടിയിരുന്നുവെന്ന കുടുംബത്തിന്റെ വെളിപ്പെടുത്തലും ഇത് ശരിവെക്കുന്നതായിരുന്നു. നല്ല ശമ്പളമുള്ള യുവതി പണമില്ലാത്തതിനാൽ തങ്ങൾക്കൊപ്പം ഭക്ഷണത്തിന് പോലും വരില്ലായിരുന്നു എന്ന സഹപ്രവർത്തകരുടെ മൊഴിയും നിർണായകമായി. വീട്ടിലേക്ക് വല്ലപ്പോഴുമായിരുന്നു യുവതി പോയിരുന്നത്. പക്ഷേ ഇതിനിടെ സുകാന്തിനൊപ്പം അന്യ സംസ്ഥാനങ്ങളിലടക്കം യുവതി സന്ദർശനം നടത്തിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. 1 മാസത്തിൽ തന്നെ പലതവണ യുവതി സുകാന്തിനെ കണ്ടിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത്. 2 പേരും 2 സ്ഥലത്തായിരുന്നിട്ട് പോലും ഇരുവരും നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുവതിയായിരുന്നു ഈ യാത്രകളുടെ സകല ചെലവും വഹിച്ചിരുന്നത്. ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ പണം സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് ഇടുകയായിരുന്നു പതിവ്. പിന്നീട് ഭക്ഷണത്തിനും മറ്റ് അത്യാവശ്യ ചെലവുകൾക്കും പണം കുറേശ്ശെയായി സുകാന്ത് അയച്ചു നൽകും. മരിക്കുന്ന സമയം യുവതിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും 80 രൂപ മാത്രമായിരുന്നു.
ഇതിനിടെ സുഗാന്തിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടോ എന്ന വഴിക്കും പോലീസ് അന്വേഷണം തിരിച്ചു. ഇതിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് കണ്ടെത്താനായത്. പത്തനംതിട്ടയിലെ യുവതിയുമായി ബന്ധമുള്ള സമയത്ത് തന്നെ മറ്റ് 2 പെൺകുട്ടികളുമായും ഇയാൾ ബന്ധത്തിലായിരുന്നു. IB ഉദ്യോഗസ്ഥ തന്നെയാണ് ഇതിലൊരാളെന്നാണ് ഏകദേശ വിവരം. ഇതിൽ പക്ഷേ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കുംഭമേളയിൽ വെച്ച് സുഗാന്ത് ഒരു ഉത്തരേന്ത്യക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സുഗാന്ത് രംഗത്തെത്തിയത്. ജാമ്യാപേക്ഷയിൽ യുവതിയുടെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളും ഇയാൾ ഉന്നയിച്ചിട്ടുണ്ട്. മരിച്ച IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും യുവതിയുടെ വീട്ടുകാർ അതിന് സമ്മതിച്ചില്ലെന്നും കേസിൽ ആരെയെങ്കിലും പ്രതി ചേർക്കണമെങ്കിൽ അത് യുവതിയുടെ വീട്ടുകാരെ ആകണമെന്നുമാണ് ഹർജിയിൽ ഇയാൾ പറയുന്നത്. യുവതിയുടെ മരണത്തിൽ താൻ മാനസികമായി ഏറെ തകർന്ന നിലയിലാണെന്നും കുടുംബം പരാതി നൽകിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു. ഈ വാദം എന്തായാലും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. വിവാഹാലോചനയുമായി സുഗാന്തും കുടുംബവും വീട്ടിലെത്തി എന്ന വാദം യുവതിയുടെ കുടുംബവും തള്ളി. കേസിൽ ഇയാളെ പ്രതി ചേർത്ത പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിൽ ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ, തട്ടിക്കൊണ്ടുപോകൽ, വഞ്ചന എന്നീ കുറ്റങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പുകളാണ് സുഗാന്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. IB ഉദ്യോഗസ്ഥനായിട്ട് പോലും മരണം നടന്ന 2 ആഴ്ചയ്ക്ക് ശേഷവും സുഗാന്തിനെ പിടികൂടാനായിട്ടില്ല എന്നത് പോലീസ് നേരിടുന്ന വലിയ വിമർശനമാണ്. പ്രൊബേഷണറി ഉദ്യോഗസ്ഥനായിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഇന്റലിജൻസ് ബ്യൂറോയും തയ്യാറായിട്ടില്ല. എന്തായാലും തുടരെ സുഗാന്തിനെതിരെ തെളിവുകൾ പുറത്തെത്തുന്ന സാഹചര്യത്തിൽ യുവതിയുടെ മരണത്തിൽ സുഗാന്തിന് പ്രധാന പങ്കുണ്ടെന്ന് വിലയിരുത്തി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്.